അഴിമതി ആരോപണങ്ങളല്ലാതെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഒരുപാട് വ്യക്തിപരമായ ആരോപണങ്ങൾ ഇപ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ടു. ഇത്രയും വർഷം രാഷ്ട്രീയത്തിലുണ്ടായ ഒരാളെന്ന നിലയിൽ അങ്ങ് അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പേഴ്സണലായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തിനത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെന്നതാണ് പ്രശ്നം. ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാൾ തീർത്തും ദുർവൃത്തയുമൊക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടേണ്ടതല്ല. അങ്ങനെ ഒരു സാഹചര്യം എന്തിനുണ്ടാക്കി? അതാണ് പ്രശ്നം. സഖാവ് പിണറായി വിജയൻ എന്ന ഒരു നേതാവിൻ്റെ വ്യക്തിത്വം, ബിഹേവിയർ ഒക്കെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങൊരു ജനകീയനായ നേതാവാണോ? അതൊക്കെ ചാർത്തിത്തരുന്ന വിശേഷങ്ങളുണ്ട്. നിങ്ങളുടെ മേഖലയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. അതിൻ്റെ ഭാഗമായി സമൂഹത്തിലുള്ള പലർക്കും ചില വിശേഷണങ്ങൾ അവർ ചാർത്തി കൊടുക്കാറുണ്ട്. അതൊന്നും ഞാൻ അത്രയധികം ശ്രദ്ധിക്കാറില്ല. ഈ അടുത്തുകൂടി VS പിണറായി പൊരുത്തക്കേടുകൾ വാർത്തയായിരുന്നു. പാർട്ടി ഇപ്പം ഒറ്റക്കെട്ടായിട്ട് പാർട്ടി വിജയത്തെ മാത്രം ലക്ഷ്യമിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ പാർട്ടിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുമോ? എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പാർട്ടി വളരെ ശക്തമായി യോജിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നത്. മുൻപൊരു ഘട്ടത്തിൽ കേരളത്തിലെ പാർട്ടി വിഭാഗീയമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണ യോജിപ്പിലും ഐക്യത്തിലും പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നതാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കാണുന്നത്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യമുള്ള നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ ചില നിലപാടുകൾ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. നല്ല യോജിപ്പോടെ തന്നെ പാർട്ടിയും LDFും നല്ല യോജിപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ LDFിനകത്ത് സീറ്റ് വിഭജനം, ഓരോ കക്ഷിയുടെയും സ്ഥാനാർത്ഥി നിർണയം എല്ലാം നല്ല നിലക്കാണ് നടന്നത്. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും അതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. അവിടെ നല്ല യോജിപ്പോടെ തന്നെ LDFും പാർട്ടിയും മുന്നോട്ട് നീങ്ങുന്നു. നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുകയും ചെയ്യും.